ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ യുവതിയും മരിച്ചു. പ്രതി അറസ്റ്റിൽ. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വഞ്ചിച്ചതിലുള്ള മനോവിഷമത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതികളിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വെങ്ങാനൂർ ചാവടിനാട് സ്വദേശി ഐശ്വര്യ 32 വയസ്സാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. സംഭവത്തിൽ കൂട്ടുകാരിയായ അഞ്ജു 28 വയസ്സ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഈ കേസിൽ വെങ്ങാനൂർ പനങ്ങോട് ശ്യാമളാലയത്തിൽ സിന്ധു കുമാരിയെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തു. മലയൻകീഴ് മച്ചേലിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ അഞ്ജുവിനെയും ഐശ്വര്യയെയും മുൻപ് സ്വർണ്ണ പണമിടപാട് സ്ഥാപനം നടത്തിയിരുന്ന സിന്ധു കുമാരി പരിചയപ്പെടുകയും വിശ്വാസ്യത നേടിയെടുക്കുകയുമായിരുന്നു. തുടർന്ന് ഇടപാടുകാർ പണയം വയ്ക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയ്ക്ക് KSFEയിൽ പണയം വെക്കാമെന്ന് പറഞ്ഞ് പ്രതി ഇവരിൽ നിന്നും വാങ്ങുകയായിരുന്നു. ഇതിന്റെ കമ്മീഷൻ യുവതികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ വിശ്വാസം നിലനിർത്താൻ സ്വർണം തിരിച്ചെത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രതി സ്വർണം നൽകാൻ വിസമ്മതിച്ചു. ഇതോടെ ഇടപാടുകാർക്ക് മറുപടി പറയാനാകാതെ പ്രതിസന്ധിയിലായ യുവതികൾ സ്വന്തം നിലയ്ക്ക് പണം കടം വാങ്ങി സ്വർണം വാങ്ങി നൽകുകയായിരുന്നു. കടബാധ്യത വലിയ തോതിൽ വർദ്ധിച്ചതോടെയാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അഞ്ജു 20 പവനും ഐശ്വര്യ 50 പവനും പ്രതിക്ക് നൽകിയിരുന്നു. ഇത് പ്രതി കോവളത്തെ മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം കൈക്കലാക്കുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് സമാനമായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10ഓളം പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ബിൽ ബുക്കുകളും കണ്ടെടുത്തു. ഇവർക്കെതിരെ കോവളത്തും മലയൻകീഴും സമാനമായ വഞ്ചനാ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് രേഖകൾ, ഫോൺ സംഭാഷണങ്ങൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിക്കും. വിഴിഞ്ഞം SHO റെജി രാജിന്റെ നേതൃത്വത്തിൽ SI കൃഷ്ണലാൽ, ASI സനോജ്, CPO റെജിൻ, WCPO ഷീലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി അടുത്തയാഴ്ച അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഇക്കഴിഞ്ഞ 30-ാം തീയതി വൈകിട്ടാണ് ഇരുവരും വിഴിഞ്ഞത്തെ ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങിയ പാനീയത്തിൽ വിഷം കലർത്തി കുടിച്ചത്. ഛർദിയുണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയെങ്കിലും ഭക്ഷ്യവിഷബാധയാണെന്ന് കരുതി വീട്ടുകാർ തെറ്റിദ്ധരിച്ചതിനാൽ ചികിത്സ വൈകുകയായിരുന്നു. ഇതാണ് മരണകാരണമായത്. GTV ന്യൂസ് വിഴിഞ്ഞം.